I look at you and it's easy to see you are that someone I've been trying. ഹലോ നമസ്കാരം. ഞങ്ങൾ ഒരു ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ രാവിലെ 5:37 ട്രെയിനായിരുന്നു. അപ്പോൾ അത് 6:10 ആയപ്പോഴാണ് എത്തിയത്. ട്രെയിൻ 22149 എന്ന് പറയുന്ന ട്രെയിനാണ്. എറണാകുളത്ത് നിന്ന് പൂനെ വരെ പോകുന്ന ട്രെയിനാണ്. എറണാകുളത്ത് നിന്ന് 2:15 പുലർച്ചെ 2:15 എടുക്കുന്ന ട്രെയിനാണ്. അതുകൂടി ശരിക്ക് 5:37 നമ്മളെ കോഴിക്കോട് വരേണ്ട ട്രെയിനായിരുന്നു. പക്ഷേ ലേറ്റായിട്ടാണ് എത്തിയത്. അങ്ങനെ ആ ട്രെയിനിൽ മഡ്ഗോണിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. മഡ്ഗോൺ വരെ ഞങ്ങൾക്ക് 2 പേർക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 790 രൂപയാണ് 2 പേർക്ക് ടിക്കറ്റ് ചാർജ് വന്നത്. അത് നമ്മുടെ സ്ലീപ്പർ കോച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് റെസ്റ്റ് പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ് കിട്ടി. അങ്ങനെ അത് ശരിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ, ഉടുപ്പി, കുന്തപ്പുര, കാർവാർ, മലപ്പുറം ഇത്രയുള്ള ഇതിന് സ്റ്റോപ്പുള്ളത്. അതിൻ്റെ ഇടയിലൊന്നും സ്റ്റോപ്പുകളില്ല. അതുകൊണ്ട് ഇത് വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണ്. പകൽ നല്ലപോലെ യാത്ര, വലിയ റഷുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഈ ട്രെയിനിൽ അങ്ങനെ കണ്ടില്ല രാവിലെ. അപ്പം നല്ലൊരു സുഖമായിട്ടുള്ള യാത്ര പോവുമായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ കേരളം തൊട്ട് നമ്മുടെ കർണാടക അത് കഴിയുന്നവരെ നമുക്ക് കാണാൻ പറ്റിയ ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ മഴയത്ത് ആയിരുന്നു ഞങ്ങൾ പോയില്ലായിരുന്നു. അപ്പോൾ കാണാൻ പറ്റിയ കാര്യം തന്നെ വെള്ളം, എല്ലായിടത്തും വെള്ളം കയറി ആ കാഴ്ച മാത്രമാണ് നമ്മൾ കാണുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് വെള്ളമാണ്. അതുകൊണ്ട് അപ്പോൾ കുറേയൊക്കെ കാഴ്ചകൾ എടുത്തില്ല. കാരണം എവിടെ നോക്കിയാലും തന്നെ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. പിന്നെ നല്ല മഴ, അപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ കാത്തു നിന്ന്. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വണ്ടി കിട്ടാത്തതിനെ കൊണ്ട് ഞങ്ങൾ രാത്രി തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനിലെത്തി പിന്നെ അവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള റൂമിൽ അങ്ങനെ കയറി ഉറങ്ങി. അതുകൊണ്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം ഷൂട്ട് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മഴ കാരണം പിന്നെ വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെയും കിടന്നു. അവിടെയൊക്കെ നല്ല ഉറക്കമാണ് ആ സമയത്ത്. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം എല്ലായിടത്തും വെള്ളം കയറിയിട്ട് അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഇവിടെ നോക്കിയാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നു. യാത്ര നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്രാവിശേഷങ്ങളൊക്കെ ഒന്ന് കാണുക. ഇനി നമുക്കൊന്ന് കണ്ടേച്ച് വരിക എല്ലാവരും. Jump in your car and we drive to the beach. The sun was setting, it was just you and me. Wind in my hair and the sand in my shoes. Could've chosen anyone, but I choose you. Hop back in your car, top down. There's no stopping us, 'cause we own this town. Never knew I could have such fun. Never thinking you would be my number one. Nervous when I speak, so I trip on my tongue. Never thinking you would be my number one. Choose
കയറിയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഇതായി, എന്താ പറയുക, നമ്മുടെ ക്യാമറ പിടിച്ചത് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് കൊങ്കണിൽ കയറിയപ്പോൾ നമ്മൾ എടുത്തതാണ്. കൊങ്കണിലേക്ക് കയറിയപ്പം ഇതിനു മുമ്പൊക്കെ കൊങ്കൺ വന്ന് പോയി. നല്ല രസമായിട്ട് കൊങ്കണിൽ ഈ മഴയത്തുള്ള യാത്ര നല്ല ഭംഗിയായിട്ടുള്ള യാത്രയാണ്. ഒരു മഴയത്ത് എനിക്ക് തോന്നുന്നത് യാത്ര കുറച്ച് ബോറാണെങ്കിലും ശരി, മഴയത്ത് ഈ സമയത്തുള്ള യാത്ര നല്ലൊരു യാത്രയാണ്. കാരണം ഫുള്ള് പച്ചപ്പ് പിടിച്ച് നല്ല രസമാണ് ഈ കൊങ്കൺ സൈഡിലൂടെ ഈ സമയത്തുള്ള യാത്ര. അത് എടുത്തു പറയേണ്ട ഒരു യാത്ര തന്നെയാണത്, ഈ ഒരു സമയത്ത് ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. Jump in your car and we drive to the beach. The sun set and it was just you and me. Wind in my hair and the sand in my shoes. Could've chosen anyone but I choose you. Hop back in your car, slow it down. No stopping us 'cause we own this town. Never knew I could have such fun. Never thinking you would be my number one. ട്രെയിൻ പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ട് വേറൊരു ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷൻ്റെ പേരൊന്നും ഞാൻ ഓർക്കണില്ല. അതിന് വേണ്ടിയിട്ട് അവിടെ സൈഡിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകാൻ ഒരു പ്രത്യേക രസം. കാരണം വലിയൊരു സ്റ്റേഷനാണിത്, കുറച്ച് ഉള്ളോട്ടുള്ള സ്റ്റേഷനാണ്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് സ്റ്റേഷൻ കിടക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമ്മളത് യാത്ര ചെയ്താൽ തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം എത്ര നമ്മൾ ഇപ്പം എന്ത് തന്നെ പറഞ്ഞാലും ശരി, അത് ആ യാത്രയിലാണ് അതിൻ്റെ ആ ഒരു ഭംഗി മുഴുവൻ കിടക്കുന്നത്. അത് തണുപ്പും കാര്യങ്ങളും ഒക്കെ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചെറിയൊരു പൈസ വരുന്നു വിളിക്കും, നമ്മൾ ഒരാൾക്ക് 300 സംതിങ് വരുന്നു. അപ്പം അതുകൊണ്ട് അതിനിടെ ഗുഡ്സ് ട്രെയിനും കൂടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു യാത്രയായിരുന്നു. എല്ലാവരും പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ഫാമിലിയായിട്ട്, വലിയ പൈസയൊന്നും വേണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് നമുക്ക് പോയി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പോരാം. അതൊക്കെയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു യാത്രയിൽ. പിന്നെ മറ്റു ട്രെയിൻ അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള ട്രെയിനാണത്. ഗുഡ്സ് ട്രെയിൻ അത് കഴിഞ്ഞിട്ടൊക്കെ നല്ല ലെങ്ത്തുള്ള നല്ലൊരു ട്രെയിനാണത്. അതെവിടേക്ക് ഏത് ട്രെയിനാണെന്ന് അറിയില്ല. അതുകൊണ്ട് അത്യാവശ്യം ആളുകൾ ട്രെയിനുണ്ട്. എന്തായാലും ആ യാത്രയും ഒക്കെ ഒരു പ്രത്യേക രസമാണ്. എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യണം. അതോടുകൂടി തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോ കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നിനും വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു രസം. കാരണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ യാത്ര ചെയ്യണ സമയത്ത് നമുക്കത് വീഡിയോ പിടിച്ച് ഇടാനുള്ളൊരു ഇത്, അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടിയാകും അത്. കാരണം ഇപ്പോൾ ട്രെയിനിൻ്റെ വ്യൂ കണ്ടില്ല നിങ്ങൾ, അത് ഒരു പ്രത്യേക രസമാണ്. കാരണം ഒരു ചെരിഞ്ഞൊരു കുന്നിൻ്റെ ചെരുവിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത്. അതാണ് ഈ കൊങ്കൺ റെയിൽവേയുടെ പ്രത്യേകത, അത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കൊണ്ടുവന്നത്. ഇത് മലയാളം മാറി നോക്കും.
ഇതാണ് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ. ഗോവയിലേക്ക് പോകേണ്ടവർക്ക് ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ, വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊന്നും ഷൂട്ടിങ് കഴിഞ്ഞില്ല. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുടെ അടുത്ത വീഡിയോ കാണുന്നു. അടുത്ത വീഡിയോ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.